ആദിലയോട് അഭിലാഷ് പറയാണ്, എന്തിനാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ഇനി ആകെ 3-4 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് പിരിയേണ്ടവരാണ്. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർത്ത് നിങ്ങൾക്ക് പഴയ ആ കൂട്ടുകാരായിക്കൂടെ? എന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴനുമോൾ ആ വഴി വരുന്നു. അപ്പോൾ അനുമോളോട് അഭിലാഷ് പറയും, ഇങ്ങോട്ട് വന്നേ അനുമോളെ എന്ന് പറയും. എന്നിട്ട് പറയും, എന്തിനാ നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ഇനി 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞ് തീർത്തൂടെ? നിങ്ങൾക്കിനി ഇങ്ങനൊരു അവസരം കിട്ടുമോ? കാരണം ഞങ്ങൾക്കെന്ന് വെച്ചാൽ റീയൂണിയൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. കാരണം ആദ്യം തൊട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് തീർക്കാനുള്ളൊരു ഇതും കൂടെ ആയി. പക്ഷേ നിങ്ങൾക്കിനി ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇങ്ങനൊരു ചാൻസും ഇല്ല. നിങ്ങൾക്കിനി കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മളെങ്ങനെ ആ പിണക്ക് മാറ്റുന്നത്? ഈ ഉള്ള ദിവസം കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കുക. എന്നിട്ട് നല്ല സൗഹൃദങ്ങളായിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങുക. എല്ലാം ഇതുവരെ നമ്മൾ ചെയ്തത് എല്ലാം അങ്ങ് മറക്കുക. ഇനി അങ്ങോട്ട് എല്ലാം മറന്ന് നല്ല കൂട്ടുകാരായിട്ട് പിരിയുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടോ അനുമോളെ എന്ന് വെച്ചപ്പോൾ അനുമോൾ ഇങ്ങനെ ഓക്കെ പറഞ്ഞപ്പം അഭിലാഷ് പറഞ്ഞ്, ഇപ്പം നിങ്ങൾ സംസാരിക്കണ്ട, ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാം, നാളെ നിങ്ങൾ ഇത് സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യുക. ആദിലയോടും പറഞ്ഞു. എന്നിട്ട് അനുമോളോട് പറഞ്ഞ്, പിന്നെ എല്ലാവരും 2-3 ദിവസം കൂടെ ഉള്ളൂ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വേദനിച്ചിട്ട് കാര്യമില്ല. അപ്പം നാളെ നിങ്ങൾ രാവിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള എല്ലാം സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്. എന്നിട്ട് എല്ലാം ക്ലിയറായി നല്ല രീതിയിൽ ഇവിടെ നിന്ന് പടിയിറങ്ങാൻ നോക്കുമെന്ന് അഭിലാഷ് പറയുന്നു.